വെക്റ്റർ സ്പേസസ്. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ കാണുന്ന ടോപ്പിക്കാണ് വെക്റ്റർ സ്പേസ്, സബ് സ്പേസ്, ലീനിയർ ഇൻഡിപെൻഡൻറ്റ്, ഡിപെൻഡൻറ്റ്, സ്പാന്, ബേസിസ്, ട്രാൻസിഷൻ മെട്രിക്സ്. ഇതൊക്കെയാണ് ഈ മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്. ഒരു സ്പേസ് എപ്പോഴാണ് വെക്റ്റർ സ്പേസ് ആവുക? ഈ 10 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ സ്പേസിന് വെക്റ്റർ സ്പേസ് ആവുന്നത്. അപ്പോൾ ഈ ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാം ഡെഫിനീഷനായിട്ടോ, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കറക്റ്റായിട്ട് കാണും. R² R/n/r പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് R² ഉദ്ദേശിച്ചത് R³ R/4 എന്ത് വേണമെങ്കിലും വരാം. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, മെട്രിക്സ് n×n മെട്രിക്സ് ഒക്കെ വെക്റ്റർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. വെക്റ്റർ സ്പേസ് അല്ലാത്തത് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ ഞാൻ ഡെഫിനിഷനിലേക്ക് പോവാം. എപ്പോഴാണ് ഒരു സ്പേസ് വെക്റ്റർ സ്പേസ് ആവുന്നത്? ഈ 10 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കാം. അവിടെ 2 ഓപ്പറേഷൻ ഉണ്ടാവും, വെക്റ്റർ അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ലെറ്റ് വി ബി എ set on which 2 operations, vector addition and scalar multiplication are defined. എന്നിട്ട് എന്തുണ്ടാവണം? UVW ഒക്കെ നമ്മളിവിടെ കാണുന്ന UVW എല്ലാം ഈ സെറ്റിൽ നിന്ന് എടുത്തതാണ്, അതായത് വിന്ന് എടുത്തതാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ കാണുന്ന സ്കേലാർസായ സിയും ഡി എല്ലാം എവിടെ നിന്ന് എടുത്തതാണ്? അതൊരു സ്കേലാറാണ്. ഇവിടെ മിക്കതും സ്കേലാർസിൻ്റെ കളക്ഷനായിട്ട് സ്കേലാർസൊക്കെ എടുക്കുന്നത് റിയൽ നമ്പേഴ്സിൽ നിന്ന് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതെല്ലാം ഒരു വെക്റ്റർ സ്പേസ് ആവണമെങ്കിൽ വി പ്ലസ് ഡോട്ട്, അതായത് ഇതെല്ലാം ഒരു വെക്റ്റർ സ്പേസ് ആവണമെങ്കിൽ അതെന്തെല്ലാം ഈ 10 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് നമ്മളതിനെ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കുക. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്താ വെച്ചാൽ ആ ഒരു ക്ലോഷ്യർ അണ്ടർ അഡീഷൻ, അതായത് 2 എലമെൻറ്റ്സ് എടുത്തു. ഈ സെറ്റിൽ നിന്ന് 2 എലമെൻറ്റ്സ് എടുത്തിട്ട് അത് പിടിച്ച് ആഡ് ചെയ്തപ്പോൾ അത് ആ സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ അത് എന്താണ്? അതാണ് ഫസ്റ്റ് കണ്ടീഷൻ, U+V ഈസ് ഇൻ V. രണ്ടാമത്തെ കണ്ടീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് വെച്ചാൽ U+V = V+U ആവണം. മൂന്നാമത്തെ കണ്ടീഷൻ അസോസിയേറ്റീവ്, U+V+W = U+V+W. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണം. അതിന് എന്തുണ്ടാവണം? അതിന് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടാവണം. അതായത് U+0 = U = 0+U. പിന്നെ എന്തുണ്ടാവണം? അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവണം. U ഉണ്ടെങ്കിൽ -U ഉണ്ടാവണം. അതായത് U + -U = 0. ഇതാണ് വെക്റ്റർ അഡീഷൻ്റെ 5 പ്രോപ്പർട്ടീസ്. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞത്? ക്ലോഷ്യർ ആവണം. രണ്ടാമത്തെ കണ്ടീഷൻ U+V എന്ന് പറയുന്നത് V+U ആവണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? അസോസിയേറ്റ് ആവണം. അതായത് U+V+W = U+V+W ആവണം. അടുത്തത് എന്താണ്? അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവണം. അഡിറ്റീവ് ഐഡൻറ്റിറ്റി മീൻസ് U+0 = U. അതേപോലെ തന്നെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U + -U = 0 ആവണം. ഇനി സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഇതേപോലെ 5 കണ്ടീഷൻസ് ആണുള്ളത്. CU ഉണ്ടാവണം, CU ഈസ് ഇൻ V. പിന്നെന്താണ്? C × U+V = CU+CV ആയിരിക്കണം. C+D × U എന്താവണം? CU+DU ഉണ്ടാവണം. ഇതും ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. ആദ്യം 2 വെക്റ്റേഴ്സിനെയാണ് നമ്മൾ ചെയ്തത്. പിന്നെ 2 സ്കേലാർസ് ആണുള്ളത്. കണ്ടോ? C+D എന്നൊക്കെ പറയുന്നത് സ്കേലാർസ് ആണ്. ആദ്യം U+V എന്നാണ് കണ്ടത്, അതെന്താണ്? വെക്റ്റേഴ്സാണ്. പിന്നെ C × DU എന്താവണം? CD × U. 1 × U = U. ഈ 10 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പറയും? വെക്റ്റർ സ്പേസ് എന്ന് പറയും. അപ്പോൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ കണ്ടീഷൻസ് എന്താ? CU ഈസ് ഇൻ V. C × U+V = CU+CV. നെക്സ്റ്റ് C+D × U = CU+DU. അടുത്ത കണ്ടീഷൻ C × DU = CDU. ലാസ്റ്റ് കണ്ടീഷൻ 1 × U = U. അപ്പോൾ നമുക്ക് ഇതിലെ എക്സാമ്പിൾസ് കാണാം. ഷോ ദാറ്റ് R² വിത്ത് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ R.
അപ്പോൾ ആർ സ്ക്വയറാണ് പറഞ്ഞേക്കണം. അപ്പോൾ 2 ടപ്പിളുള്ളൂ. നമ്മൾ 2 ടപ്പിൾ എടുത്തു, V1 V2. അപ്പോൾ എന്ത് ചെയ്തു, U+V ചെയ്തു. U+V ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, യുവും വിയും എടുത്തു. നമ്മളുടെ കണ്ടീഷൻ എന്താ പറഞ്ഞേക്കണത്, U+V ചെയ്ത് കഴിഞ്ഞാലും ആർ സ്ക്വയറിലുള്ള, അതായത് 2 ടപ്പിൾ തന്നെയല്ലേ നമുക്ക് കിട്ടാൻ പോണത്. അപ്പോൾ എന്ത് കിട്ടി, V1 + V3 V2 + V4 എലമെൻറ്റ് ഓഫ് ആർ സ്ക്വയർ. അപ്പോൾ എന്ത് നമുക്ക് കിട്ടി, കാരണം എന്താണ്, 2 റിയൽ നമ്പറിനെ സം ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് വരിക. ഇനി U+V ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, U1 നമുക്ക് U ആയിട്ട് U1 U2 V ആയിട്ട് V1 V2 എന്ന് എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ U+V ചെയ്യുമ്പോൾ U1 + V1 U2 + V2 എന്ന് കിട്ടും. അതേ സാധനം ഒന്ന് തിരിച്ചെഴുതിക്കൂടെ നമുക്ക്, V1 + U1 V2 + U2 രണ്ട് സെയിം അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് U+V + W. അതെങ്ങനെ വരിക, U+V ചെയ്യുമ്പോൾ U1 + V1 U2 + V2, അത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പ്ലസ് W1 W2. ഇതിന് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, U1 × V1 + W1 U2 + V2 + W2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, U1നെ ഇതാക്കിയിട്ട് പുറത്ത് നിർത്തിയിട്ട് U1 U2 + V1 + W1 V2 + W2 എന്ന് എഴുതാം. അപ്പോൾ ആ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 2 ടപ്പിളിലുള്ള അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയ 0 0 ആണ്. നെക്സ്റ്റ് എന്താ പറയണത്, അതിൻ്റെ അഡിറ്റീവ് എന്താ വരിക, അഡിറ്റീവ് ഇൻവേഴ്സ്. അതെന്ന് പറഞ്ഞാൽ V1 V2 ഉണ്ടെങ്കിൽ -V1 -V2 ഉണ്ടായിരിക്കും. കാരണം V1 റിയൽ നമ്പർ ആണെങ്കിൽ -V1 ഉറപ്പായിട്ടും റിയൽ നമ്പറാണ്. അടുത്ത ലാസ്റ്റ് അതിപ്പോൾ എന്തിപ്പോൾ കഴിഞ്ഞത്, നമ്മുടെ വെക്റ്റർ അഡീഷൻസിൻ്റെ 5 കണ്ടീഷൻസും പ്രൂവ് ചെയ്തു. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ 5 കണ്ടീഷൻസും കൂടി ചെയ്യണം. അതിൽ ആദ്യത്തെ പറയണത് എന്താ, CU എലമെൻറ്റ് ഓഫ് R. C എലമെൻറ്റ് ഓഫ് R ആണെങ്കിൽ CU എലമെൻറ്റ് ഓഫ് R, അതായത് CV1 CV2 എലമെൻറ്റ് ഓഫ് R സ്ക്വയർ ആണ് കിട്ടി. നെക്സ്റ്റ് C × U+V = CU + CV എന്നിലേക്ക് എത്തിക്കണം. അപ്പോൾ U+Vനെ നമുക്ക് എങ്ങനെ എഴുതാം, U1 + V1 U2 + V2 എന്ന് എഴുതണം. അപ്പോൾ C × U+V, C ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ന് വരും, CU1 + CV1 CU2 + CVT എന്ന് വരും. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ സീനെടുത്ത് പുറത്തേക്ക്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്തിട്ടുള്ളത്, C × U+V ആയിരുന്നു. അതിനെ ഉള്ളിലേക്ക് ആക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ, CU1 CU2, അതെന്താ CU + CV എന്ന് കിട്ടും. നെക്സ്റ്റ് നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനാണ്, C + D × U, അതായത് C + D × U1 U2. ഇനി C1 എന്താണ്, C + D ഉള്ളിലേക്ക് എടുക്കുമ്പോൾ C + D U1 C + D U2 എന്ന് വരും. ഇനി ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും, CU1 + DU1 CU2 + DU2 എന്ന് കിട്ടും. ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്, CU1 CU2 + DU1 DU2 എന്ന് കിട്ടും. ആദ്യത്തെ അതിൽ ആരാണ് കോമൺ ആയിട്ടുള്ളത്, C ആണ് കോമൺ ആയിട്ടുള്ളത്. അടുത്തതിൽ കോമൺ ആയിട്ട് D ആണുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ എഴുതിയപ്പോൾ CU + DU എന്നുള്ള ഫോമിലേക്ക് എത്തി. നെക്സ്റ്റ് എന്താണ് 9ാമത്തെ കണ്ടീഷൻ, C × DU. C പുറത്ത് നിർത്തി, DU ആയിട്ട് DU1 DU2 എന്ന് എഴുതി. എന്ത് ചെയ്യാം, ആ സീഡിനെ എടുത്ത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ U1 U2 എന്നാവും. പിന്നെ 1 × R = R തന്നെയാണ്. അപ്പോൾ R² ഈസ് എ വെക്റ്റർ സ്പേസ് എന്ന് കിട്ടി. അതേപോലെയാണ് എന്ത്, ഒരു മെട്രിക്സിൻ്റെ എക്സാമ്പിളും. ഇതേപോലെ തന്നെ V⁴n അല്ലേ, നമുക്കങ്ങനെ പറഞ്ഞുകൂടെ, R² എന്ന് പറഞ്ഞ പോലെ R⁴n വെക്റ്റർ സ്പേസ് ആവണം. പിന്നെ നമുക്ക് എന്താ പഠിക്കാനുള്ള, സ്പേസ് ഓഫ് 2 × 3 മെട്രിക്സ് ഈസ് എ വെക്റ്റർ സ്പേസ്. അപ്പോൾ നമ്മളെന്ത് 2 × 2 റോസും 3 കോളംസ് ഉള്ള ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തു. A11 A12 A13 A21 A22 A23. ഇനി A+B ചെന്നിട്ട് എന്താ വരിക, A11 + B11 A12 + B12 A13 + B13. നെക്സ്റ്റ് A21 + B21 A22 + B22 A23 + B23. ഇപ്പോൾ കിട്ടിയതും 2 × 3 മെട്രിക്സ് തന്നെയല്ലേ, അതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ, ഇല്ല. അപ്പോൾ അതെന്താ, A+B എലമെൻറ്റ് ഓഫ് M 2 × 3 മെട്രിക്സ് എന്ന് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് എന്താ പ്രൂവ് ചെയ്യാനുള്ള, A+B = B + A.
നമുക്കൊന്നും ചെയ്യാനില്ല. എയും ബിയും ഒക്കെ എടുത്തു. എ പ്ലസ് ബി ചെയ്തു. A11 പ്ലസ് B11, A12 പ്ലസ് B12, A13 പ്ലസ് B13. അതേപോലെ തന്നെ A21 പ്ലസ് B21, A22 പ്ലസ് B22, A23 പ്ലസ് B23. അത് തിരിച്ചെഴുതി കഴിഞ്ഞാൽ എന്ത് വരും? B11 പ്ലസ് A11, B12 പ്ലസ് A12, B13 പ്ലസ് A13 തിരിച്ചെഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? B പ്ലസ് എ എന്ന് കിട്ടി. അപ്പോൾ ഇനി അടുത്തതുള്ള പ്രോപ്പർട്ടി അസോസിയേറ്റീവ് ആണ്. അതും എന്താ ചെയ്യേണ്ടത്? എ പ്ലസ് ബി ആദ്യം ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സീനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം? ബി പ്ലസ് സി അത് നമുക്ക് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. പിന്നെ 3x2 മെട്രിക്സിൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് 3x2 മെട്രിക്സ് 3x2 മെട്രിക്സ് അല്ല 2x3 മെട്രിക്സിലാകുമ്പോൾ അതിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്താ വരിക? 2. അതേ ഓർഡറിൽ തന്നെയല്ല ഒരു മെട്രിക്സ് എഴുതുക. അതെന്തായാലും അവിടെ ഉണ്ട് അല്ലേ? ഏത് മെട്രിക്സ് തന്നാലും ഫുള്ള് 0 ആയിട്ടുള്ള 0 മെട്രിക്സ് നമുക്ക് എഴുതിക്കൂടെ? അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുതന്നെയാണ് കിട്ടണത്? അതേ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ -A11, -A12, -A13, -A21, -A22, -A23 ഉണ്ടാവും. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. ആറാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് എന്താ പറയാനുള്ളത്? CU, അതായത് ആദ്യത്തെ വെക്റ്റർ അഡീഷൻ്റെ 5 കണ്ടീഷൻസും കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് CU എലമെൻ്റ് ഓഫ് മെട്രിക്സ് ആണ്. C × U + V = CU + CV ആണ്. C + D × U = CU + DU ആണ്. പിന്നെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ള? C × DU = CD × U ആണ്. 1 × U = U അല്ല 1 × U = U എന്നുള്ളതൊക്കെ എന്താണ്? ട്രിവിയൽ ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ C × DU അതെങ്ങനെ കിട്ടുക? C × DU എന്ന് പറയുമ്പോൾ DA11, DA12, DA13. എന്നിട്ട് എന്ത് ചെയ്യുക? സീനെ ഉള്ളിലേക്ക് കടത്തി എഴുതുക. അപ്പോൾ CDA11, CDA12, CDA13, CDA21, CDA22, CDA23 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? നമുക്ക് ആ CD-നെ എടുത്ത് പുറത്തേക്ക് ഇടുമ്പോൾ A11, A12, A13, A21, A22, A23 എന്ന് കിട്ടുക. അപ്പോൾ CD × U എന്നുള്ള ഫോമിലേക്ക് എത്തി. ഇനി നെക്സ്റ്റ് എന്താണ്? അതിന് മുന്നേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്തായിരുന്നു? എന്താണ്? C എലമെൻ്റ് ഓഫ് R ആണെങ്കിൽ CU എലമെൻ്റ് ഓഫ് R തന്നെയായിരിക്കും. കാരണം എന്താ? പിന്നെയും കിട്ടുന്നത് ഒരു 2/3 മെട്രിക്സ് ആണ്. ഇനി അടുത്തത് എന്താ? C × U + V = CU + CV ആയിരിക്കും. U + V എന്നുള്ള മെട്രിക്സ് ചെയ്തുകൂടെ? A11 അത് U + V എന്നുള്ള മെട്രിക്സ് അറിയാം. C കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, അത് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് എന്ത് എഴുതുക? ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. CA11, CA12, CA13, CA21, CA22, CA23 പ്ലസ് CB11, CB അല്ലേ? അങ്ങനെ B12, CB13, CB21, CB22, CB23. എന്നിട്ട് എന്ത് ചെയ്യുക? സീനെ എടുത്ത് പുറത്തേക്ക് ഇടുക. അപ്പോൾ എന്ത് വന്നു? CU + CV എന്നുള്ള ഫോമിൽ. ജസ്റ്റ് നല്ല സിമ്പിളായ എന്താണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഇതിനൊക്കെ കുറേ ഇങ്ങനെ എഴുതണം എന്ന് മാത്രം. അതേപോലെ തന്നെ N×N മെട്രിക്സിൻ്റെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പോസ് ചെയ്യുക, ഒന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. എല്ലാം ആ 10 കണ്ടീഷൻസും ഇതാണ് മെയിനായിട്ട് പറയുന്നുള്ളൂ വെക്റ്റർ സ്പേസിൽ ഇങ്ങനത്തെ. അപ്പം അതൊന്ന് എന്ത് ചെയ്യേണ്ടത്? ഒന്ന് പോസ് ചെയ്യുക, ഇങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. കണ്ട R⁴ വെക്റ്റർ സ്പേസ് ആണോ എന്നുള്ളത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് ഇത് കയറി വരികയാണെങ്കിൽ ഇത്രയാണ് നിങ്ങൾക്ക് വെക്റ്റർ സ്പേസ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഉള്ളൂ. ഒന്ന് മെട്രിക്സും ഒന്ന് R⁴ അതൊന്ന് നന്നായി ശ്രദ്ധിക്കുക. വരികയാണെങ്കിൽ ചോദിക്കുക. പക്ഷെ പ്രശ്നം ലെങ്തി ആണ്. ഇങ്ങനെ മെട്രിക്സ് വന്നാൽ R⁴ ഈ 10 കണ്ടീഷൻസ് എഴുതണത്. പക്ഷെ ഒന്ന് നോക്കി വരിക.